ജോബ് സപ്പോർട്ട് എങ്ങനെയാണ് നൽകുന്നത്? ജോബ് എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഇന്നൊരു ആളുകളുടെ ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഞങ്ങൾ നൽകും എന്ന് പറഞ്ഞിട്ട് ജോലി നൽകാം, ഞങ്ങൾ തീർച്ചയായിട്ടും ജോലി നൽകാം എന്ന് പറഞ്ഞിട്ടാണ് പല സ്ഥാപനങ്ങളും ഇന്ന് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത്. ഇത് അധിക സമയം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഞാൻ എൻ്റെ അനുഭവത്തിൽ കാണുന്നില്ല. കാരണം ഇന്ന് നമ്മൾ കോഴ്സിന് ചേരുന്ന സമയത്ത് ജോബ് വാക്കൻസീസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് കഴിയുമ്പോഴേക്ക് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ആ ജോബ് വേക്കൻസി ആയിരിക്കില്ല ഉണ്ടാവുക എന്നുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്റെ ബ്രെയിനും, ഒരു മനുഷ്യന് ബ്രെയിൻ എന്ന് പറയുന്നത് അവന്റെ ഏറ്റവും മടി പിടിച്ച സാധനം എന്ന് പറയുന്നത് അവന്റെ ബ്രെയിനാണ്. ആ ബ്രെയിന് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് അവനോട് പറയും, എന്താ പറയാ, നമ്മളെ സ്ഥാപനം പറയാണ് നിനക്ക് ജോലി ഞങ്ങൾ ആക്കിത്തരാം എന്നുള്ളൊരു ഷുവർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയോട് പറയും, എന്ത് പറയും, നിനക്ക് ജോലിയല്ലേ, അത് അവര് തരുമല്ലോ, നീ എന്തിനാ പേടിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ അയാളുടെ ബ്രെയിൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ പരിപാടി പറയാറേ ഇല്ല. നമ്മൾ പറയുന്നത് ഇതാണ്, നിങ്ങളുടെ ജോലി നിങ്ങളാണ് നേടുന്നത്, എന്നാൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പ് വരെ, ജോലിയുടെ ഡോർ സ്റ്റെപ്പ് വരെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടായിരിക്കും. പക്ഷെ ജോലി നിങ്ങളാണ് നേടുന്നത്. ജോലി നേടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്കില്ലുകളും നിങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ. അത് നമ്മളുടെ സമയം കുറച്ച് വൈകിയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് പല കുട്ടികളും ഇവിടെ നിന്ന് 6 മാസം കഴിഞ്ഞാൽ പോകാൻ ആഗ്രഹമില്ലാതെയാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകാറുള്ളത്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ചെയ്യുന്നത്. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട്, ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് നിലനിൽക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം അതുകൊണ്ട് മാത്രമാണ്, ആ നിലപാടുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നിലവാരത്തിലും ഈ സ്ഥാപനത്തിന് 24 വർഷം ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നുള്ളതാണ് സത്യം. ഇതൊരു ചതിക്കണിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എപ്പോഴും ആളുകളെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുക, പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ പെട്ടെന്നായി എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് പണിയെടുക്കാതെ കിട്ടും എന്നുള്ളൊരു ആഗ്രഹക്കാരാണ്. ആ ഒരു ടെൻഡൻസി, ആ ഒരു ഇമോഷനെ, ആ ഒരു ഫീലിങ്ങിനെ മുതലെടുത്തുകൊണ്ട് ചെയ്യുന്ന താൽക്കാലികമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യമായിട്ട് ഒരു സ്ഥിരതയുള്ള ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയാൻ സാധിക്കില്ല, ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ കോഴ്സ് പഠിച്ചാലും ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച, കോടികൾ കൊടുത്തിട്ട് MBBS നേടിയ ആൾക്ക് പോലും നല്ല ഡോക്ടർ ആവാൻ സാധിക്കുന്നില്ല. ബിക്കോസ് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ, അയാളുടെ ആ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അടുത്ത സ്റ്റെപ്പുകൾ കയറി പോകാനുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാതെ യാതൊരു കാരണവശാലും അയാൾക്ക് അയാളുടെ ഉയരങ്ങളിലേക്ക് എത്താനോ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താനോ സാധിക്കില്ല. താൽക്കാലികമായിട്ട് വേണമെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന്റെ പേരിൽ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാൻ, കുറച്ച് സമയത്തേക്ക് ആക്കി കൊടുക്കാൻ ഒരാൾക്ക് പറ്റുമായിരിക്കും. എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അവരവിടുന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ ഉയർന്നൊരു പൊസിഷനിലേക്ക് പോകാനോ ഉള്ള ഒരു കഴിവോ പ്രാപ്തിയോ ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് നമ്മൾ ആ കാര്യം ഷുവർട്ടി പറയാത്തത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ എന്നല്ല, കേരളത്തിൽ തന്നെ ഓരോ മാസത്തിലും ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടുന്നത് IT അക്കാഡമിയുടെ സ്റ്റുഡൻസിനായിരിക്കും. ഞങ്ങളത് വിളിച്ച് പറയാറില്ല, ഞങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളവിടെയുള്ള കുട്ടികളാണ് ഞങ്ങളുടെ ബ്രാൻഡഡ് അംബാസിഡേഴ്സ്, ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളോട് പറയാ, ഞങ്ങളെ കുട്ടികളാണ് ഞങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് സത്യം.